അതുപോലെ നമ്മൾ സ്ഥിരമായി കാണുന്ന ഒന്നാണ് ഈ പെന്നി സ്റ്റോക്കുകൾ, വില കുറഞ്ഞ പെന്നി സ്റ്റോക്കുകൾ വാങ്ങി കൂട്ടിക്കൊണ്ട് നമ്മൾക്കൊരു പണക്കാരനാവാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. ഇപ്പൊ പെന്നി സ്റ്റോക്കുകൾ ഇത്രയധികം വാങ്ങിക്കൂട്ടുന്നത് ഒരാൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു നീക്കമാണോ? അല്ല, ഒരിക്കലും അല്ല. ഇപ്പം അതിൻ്റെ ഒരു സെയിം സൈക്കോളജിയാണ് നമ്മൾ ലോട്ടറിയിൽ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഒരിക്കൽ പോയിട്ടൊരു 40 രൂപ കൊടുത്ത് ലോട്ടറി എടുത്ത് നമുക്കൊരു 5000 രൂപ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിന് പിന്നെ ആ ഒരു ലൂപ്പിൽ പെടുവാണ്. പിന്നെ നമ്മൾ എപ്പോഴും പോയി ഇത് എടുത്തുകൊണ്ടേയിരിക്കും, നമുക്ക് 5000 കിട്ടുമെന്നുള്ളത്. അങ്ങനെ നമുക്ക് ആ ഒരു ഹാബിറ്റ് ബിൽഡ് ആവും, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ അതിനോട് അഡിക്റ്റ് ആവും. ഇല്ലെങ്കിൽ നമുക്ക് ആ 50 രൂപ മുടക്കി 5000 കിട്ടുന്ന ആ ഒരു ഹരമുണ്ടല്ലോ, അതിനോട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള അട്രാക്ഷൻ തോന്നും. അപ്പോൾ ഈ പെന്നി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പം ചില സ്റ്റോക്കുകൾ 1 രൂപ ഇട്ടിട്ട് 10 രൂപയായി കണ്ട് ഇപ്പം 10000 ഇട്ടു 1 ലക്ഷം ലാഭം എടുത്താൽ പിന്നെ ഇത് എപ്പോഴും സംഭവിക്കും എന്നുള്ള വിചാരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഒത്തിരി സ്റ്റോക്കുകളിൽ പരീക്ഷിക്കുകയും അതുവഴി കൂടുതൽ പൈസ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ പെന്നി സ്റ്റോക്ക് ആയതുകൊണ്ട് ഒരിക്കലും നമ്മൾ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ യാതൊരുവിധ കാര്യമില്ല. എൻ്റെ റിസൾട്ട് നമുക്ക് നഷ്ടം തന്നെയായിരിക്കും. പക്ഷെ നമുക്ക് തോന്നുവാണ് ചില സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ചില സെക്ടറുകൾ വളരെ വില കുറഞ്ഞ് നിൽക്കുവാണ്, അല്ലെങ്കിൽ 1 രൂപയോ 2 രൂപയോ ഉള്ള ഒരു സ്റ്റോക്കാണ്, അതിനെന്തെങ്കിലും കാരണങ്ങളാൽ നമുക്ക് അതിനൊരു പൊട്ടൻഷ്യൽ തോന്നുവാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോക്കിൽ ചെറിയൊരു തുക നിക്ഷേപിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഈ എല്ലാ പെന്നി സ്റ്റോക്കിലും യാതൊരുവിധ പഠനവും ഇല്ലാണ്ട് വെറുതെ കൊണ്ടുപോയി ഇടുന്ന രീതി തെറ്റായ ഒരു രീതി തന്നെയാണ്. ഒരു നിക്ഷേപകൻ ഇൻഡെക്സ് ഫണ്ടുകളെയാണോ ആക്റ്റീവ് ഫണ്ടുകളെയാണോ കണ്ണടച്ച് വിശ്വസിക്കേണ്ടത്? ഇൻഡെക്സ് ഫണ്ടുകളെ. ഇൻഡെക്സ് ഫണ്ട്, ആക്റ്റീവ് ഫണ്ടുകൾ എന്ന് പറയുമ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഒരിക്കലും ഒരു ഫണ്ട് അടുത്ത 20 വർഷം പെർഫോം ചെയ്യത്തില്ല, അല്ലെങ്കിൽ അടുത്ത 15 വർഷം പെർഫോം ചെയ്യത്തില്ല. ഇപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പാരാക് ഫ്ലെക്സി ക്യാപ് ഫണ്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഫേവറബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫണ്ടാണ്, വളരെ വലിയ രീതിയിൽ റിട്ടേൺ കൊടുത്തിട്ടുള്ള ഒരു ഫണ്ടാണ്. അവരുടെ തന്നെ CEO റീസെൻ്റ്ലി എപ്പോഴും ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ പറയുന്നുണ്ട്, മേ ബി പഴയ പോലെ ഞങ്ങൾക്ക് ഇനി മുൻപോട്ട് പെർഫോം അത്രയും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. കാരണം അവരുടെ AUM വളരെ വലിയ രീതിയിൽ കൂടി. അപ്പോൾ പണ്ട് അവർക്ക് ഫണ്ട് റൊട്ടേറ്റ് ചെയ്ത പോലെ ഇപ്പം അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അത് അവരുടെ അതെ, അവർക്ക് ചിലപ്പം 1000 കോടി മാനേജ് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല 1 ലക്ഷം കോടി മാനേജ് ചെയ്യുന്നത്, 1 ലക്ഷം കോടി മാനേജ് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല ചിലപ്പം 10 ലക്ഷം കോടി മാനേജ് ചെയ്യുന്നത്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരും ഫണ്ട് കൂടുന്നതിനനുസരിച്ച്. അപ്പോൾ അവരുടെ പെർഫോമൻസിനെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇനി അവരുടെ ഫണ്ട് മാനേജർ, ഇപ്പോൾ ആ ഒരു ഫണ്ട് മാനേജറെ ഉള്ളതുകൊണ്ടായിരിക്കും അവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. ആ ഫണ്ട് മാനേജർ പോയി ചിലപ്പോൾ വേറൊരു ഫണ്ട് മാനേജർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പെർഫോം ചെയ്യണമെന്നില്ല. അപ്പോൾ അടുത്ത 20 വർഷം അതേ ഫണ്ട് മാനേജർ തന്നെ അത് ഹാൻഡിൽ ചെയ്യണമെന്നില്ല. അപ്പോൾ കുറേ കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ആക്റ്റീവ് ഫണ്ടിൻ്റെ റിട്ടേൺ ഇരിക്കുന്നത്. അപ്പം ആക്റ്റീവ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ട്രാക്ക് ചെയ്യാനും ഇതൊക്കെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് ഒരു ഫണ്ടിൽ നിന്ന് വേറൊരു ഫണ്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റുമെങ്കിൽ മാത്രമാണ് അത് ഈസി. ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് തന്നെ വേറെ ഒന്നും അറിയണ്ട. അതിനുള്ളിൽ ഫണ്ട് മാനേജറുടെ കാര്യമോ ഇല്ലെങ്കിൽ എക്സ്പെൻസ് റേഷ്യോസും കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും. എല്ലാം കൊണ്ടും ഇൻഡെക്സ് ഫണ്ടാണ് ഒരു സാധാരണ ഒരാൾക്ക്, വലിയ രീതിയിൽ അറിവില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം കണ്ണു അടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന നല്ല റിട്ടേൺ കൊടുക്കുന്ന ഫണ്ട് എന്ന് പറയുന്നത് ഇൻഡെക്സ് ഫണ്ട് തന്നെയാണ്. നമുക്കതല്ല ഒരു പരിധിയിൽ കൂടുതൽ കഴിവുണ്ട്, ഇതൊക്കെ ട്രാക്ക് ചെയ്യാനുള്ള സ്കില്ലുണ്ട്, ഇതൊക്കെ നമ്മൾ നിരന്തരം ന്യൂസ് കേൾക്കുകയും ഓരോ ഫണ്ടുകളെക്കുറിച്ചും പഠിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഹയർ റിട്ടേൺ കിട്ടാൻ സാധ്യത നമുക്ക് ആക്റ്റീവ് ഫണ്ടിലാണ്. ഗോൾഡ് എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് എപ്പോഴും ഇമോഷണൽ സാധനമാണ്. അപ്പം നമ്മൾ ഗോൾഡ് വാങ്ങുമ്പോൾ ഇപ്പം വിലയിൽ തന്നെ ഭയങ്കര വ്യത്യാസങ്ങൾ കാണാറുണ്ട്. അപ്പം ഇപ്പം നമ്മൾ ഗോൾഡ് ആഭരണമായിട്ടാണോ അതോ ഡിജിറ്റൽ ഗോൾഡ് ആയിട്ട് വാങ്ങുന്നതാണോ നല്ലത്? അതിനെ 2 രീതിയിൽ നമുക്ക് വേണേൽ കാണാം. തീർച്ചയായിട്ടും നമ്മൾ അതിനെ ഡിജിറ്റൽ ഗോൾഡാണ് നമുക്ക് എക്സ്പെൻസ് ഏറ്റവും കുറഞ്ഞ് നമുക്ക് കിട്ടുന്നത്. ഇല്ലെങ്കിൽ ETF ഒക്കെയാണ് നമുക്ക് എക്സ്പെൻസ് റേഷ്യോസ് ഇല്ല, ഇല്ലെങ്കിൽ നമുക്ക് പണിക്കൂലി വരുന്നില്ല, ഇങ്ങനെയുള്ള യാതൊരുവിധ എക്സ്പെൻസും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നല്ലത് ഇൻവെസ്റ്റ്മെൻറ്റിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ETF ആണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ നിലവിൽ ആരുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ ഗോൾഡ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്കലായിട്ട് മേടിച്ച നമ്മളുടെ അമ്മമാരുടെ കയ്യിലോ ഇല്ലെങ്കിൽ നമ്മളുടെ പെങ്ങന്മാരുടെ കയ്യിലൊക്കെ ആയിരിക്കും. കാരണം നമ്മൾ ETF മേടിക്കും, വളരെ ചെറിയൊരു ലാഭം കിട്ടുമ്പം വിറ്റുമാറി നമ്മൾ വേറെ എങ്ങോട്ടേലും കൊണ്ടുപോകും, അവസാനം അതും ഇല്ല ഇതും ഇല്ലാതാവും. എന്നാൽ ഇച്ചിരി പണിക്കൂലി നഷ്ടമാണെങ്കിലും കയ്യിലിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഫിസിക്കലി മേടിച്ച എല്ലാവരുടെ കയ്യിലും ഇപ്പോഴും ആ സ്വർണ്ണമുണ്ട്. അതുകൊണ്ട് ഇമോഷണലി നമ്മൾ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് ETF ആണ് നല്ലത്. ഇമോഷണലി അത്ര സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളല്ല, നമ്മളിങ്ങനെ പെട്ടെന്ന് വിറ്റ് മാറി കളിക്കാവുന്ന ക്യാരക്ടറൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഫിസിക്കലി മേടിച്ചു കയ്യിൽ വെക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ്. ആകെ അത് സൂക്ഷിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ. സൂക്ഷിക്കാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ ലോക്കറിൽ കൊണ്ടുപോയി വെച്ചാൽ പോലും അതിനൊക്കെ മന്ത്ലി ചാർജും കാര്യങ്ങളൊക്കെ കൊടുക്കണം. പിന്നെ നമ്മൾ തുടക്കത്തിൽ മേടിക്കുമ്പോൾ തന്നെ 6-7% പണിക്കൂലി GST എല്ലാം കൂടെ കൊടുക്കുമ്പോൾ തന്നെ വലിയൊരു നഷ്ടത്തിലാണ് നമ്മൾ ആദ്യം ഇത് മേടിക്കുന്നത് തന്നെ. പക്ഷെ ഒരു 10-20 വർഷമൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നുമില്ല. അപ്പം
നമ്മൾ എക്സ്പെൻസ് വെച്ച് നോക്കുവാണെങ്കിൽ ETF ആണ് ബെറ്റർ. പക്ഷേ ഇതിനുള്ളിൽ സൈക്കോളജി വലിയൊരു ഫാക്ടറാണ്. ഗോൾഡിലൊരു സൈക്കോളജി ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. നമ്മളിപ്പോൾ കണക്ക് പറയാറുണ്ടല്ലോ, ഇപ്പോൾ എക്സലിൽ കണക്ക് കൂട്ടി പറയാറുണ്ട്, റെൻ്റലാണ് നമുക്ക് വീട് മേടിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ റെൻ്റലിൽ നിന്നിട്ട് നമ്മൾ ആ പൈസ SIP ചെയ്യുവാണെങ്കിൽ നമുക്ക് വലിയ ബെനിഫിറ്റ് ആണെന്ന് പറയും. പക്ഷെ അത് എത്ര ആൾക്കാർക്ക് പറ്റും എന്നുള്ളതാണ്. റെൻറ്റ് നമ്മളിപ്പോൾ ഒരു വീട് മേടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇപ്പം ഒരു വീട് മേടിച്ചു, ലോൺ ഉണ്ടെങ്കിൽ നമ്മൾ ചിലവ് ചുരുക്കിയാൽ ലോൺ അടയ്ക്കും, അവസാനം വീട് നമ്മളുടെ കയ്യിലിരിക്കും. നമ്മൾ പറയുകയാണ് റെൻറ്റിൽ നിന്നിട്ട് അതേ പൈസ SIP ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ റെൻറ്റിൽ നിൽക്കും, പക്ഷെ നമുക്ക് ആ പൈസ സേവ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ബാക്കി ചിലവാക്കി SIP ഒന്നും നടക്കത്തില്ല. ഇത് എക്സലിൽ കണക്ക് കൂട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് ബെനിഫിറ്റായിട്ട് തോന്നുന്നത്. എന്ന് പറഞ്ഞ പോലെ ഞാൻ ഗോൾഡിൻ്റെ കേസിൽ അത് തന്നെയാണ് പറഞ്ഞത്. ETF ആണ് എന്തുകൊണ്ടും ബെറ്റർ. ബട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഇതിൻ്റെ കയറ്റി ഇറക്കങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കാനും പറ്റണം. അത് എല്ലാവർക്കും പറ്റണമെന്നില്ല. കാരണം എന്ന് ഇത് തുറന്ന് നോക്കുന്നു ഗോൾഡിൽ ഇത്ര കൂടി, അപ്പോൾ സ്വാഭാവികമായിട്ട് അത് വിറ്റ് മാറാനൊക്കെ ഉള്ളൊരു ടെൻഡൻസി വരും. ജ്വല്ലറി ആണെങ്കിൽ നമുക്കത് തോന്നത്തില്ല. അപ്പം ആ ഒരു സൈക്കോളജി ഫാക്ടർ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സ്വർണം പോലെ തന്നെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് ഭൂമി എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത് കുറച്ച് പൈസയൊക്കെ പണമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭൂമി വാങ്ങിക്കൂട്ടാനുള്ള ഒരു ശ്രമം നടത്തുന്നു. അപ്പം ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റിനേക്കാൾ ലാഭം ഓഹരി വിപണി നൽകാറുണ്ടോ? തീർച്ചയായിട്ടും റിട്ടേൺ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടോ ഇല്ലെങ്കിൽ ഓഹരി ഒക്കെ ഒരു 12, 15, 18% ശതമാനമൊക്കെ നമുക്ക് ആവറേജ് CAGR കൊടുക്കാറുണ്ട്. റിയൽ എസ്റ്റേറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് 5, 6% മാത്രമാണ് നമുക്ക് റിട്ടേൺസ് കിട്ടുന്നത്. നമ്മൾ റെൻ്റലായാലും എന്താണെങ്കിലും അത് അത്രയൊക്കെ കിട്ടത്തുള്ളൂ. എല്ലാത്തിനും അതിൻ്റേതായ ഗുണമുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ സൈക്കോളജി ലെവലിൽ വരുമ്പം റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസിൽ വലിയ ഫ്ലക്ച്വേഷൻസ് ഇല്ല. ഇക്വിറ്റി നമ്മൾ 10 ലക്ഷം നമ്മളുടെ റിട്ടേൺ ഉണ്ട് നമ്മളിപ്പോൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കൊറോണ വന്നു കഴിഞ്ഞാൽ അത് 4 ലക്ഷമായിട്ട് നമ്മൾ കാണും. ലാൻഡ് 10 ലക്ഷം രൂപ വാല്യൂ ഉള്ള ലാൻഡ് 6 മാസം കഴിയുമ്പോൾ 4 ലക്ഷം രൂപയിൽ നമ്മൾ കാണത്തില്ല. അതിനൊരു സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പം സൈക്കോളജിപരമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു വോൾട്ടാലിറ്റി ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തവർക്ക് റെൻ്റലും ഇല്ലെങ്കിൽ ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലത് തന്നെയാണ്. റിട്ടേൺ പക്ഷേ വളരെ കുറവാണ് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇമോഷണലി നമ്മൾ വളരെ സ്റ്റേബിളാണ്. നമ്മളൊരു ഭൂമി ഒരിടത്ത് മേടിച്ചിട്ട് എൻ്റെ പുറത്ത് നമ്മൾ ഒരു രാത്രി ഉറങ്ങാതിരുന്നിട്ടില്ല, നമ്മൾ ടെൻഷൻ അടിച്ചിട്ടില്ല, അതവിടെ കിടന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തതിനെ തുറന്ന് നമ്മൾ ഉറങ്ങാതിരുന്നിട്ടുണ്ട്, ഇതേപോലെ യുദ്ധം വരുമ്പോൾ പേടിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട്. റിട്ടേൺ ഇക്വിറ്റിയിലാണ്, സ്റ്റെബിലിറ്റി റിയൽ എസ്റ്റേറ്റിലാണ്. ഇക്വിറ്റിക്ക് അതിൻ്റെതായ കുറേ ഗുണങ്ങളും ഉണ്ട്. ഈ പറഞ്ഞ പോലെ വളരെ ചെറിയൊരു എമൗണ്ടിൽ തുടങ്ങാൻ പറ്റും, എപ്പോൾ വേണമെങ്കിലും ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റും, നാളെ വേണമെന്ന് തോന്നിയാൽ നാളെ മൊത്തം വിറ്റ് മാറാൻ പറ്റും. റിയൽ എസ്റ്റേറ്റിൽ അത് പോസിബിൾ അല്ല. നാളെ വിൽക്കണമെന്ന് വിചാരിച്ചാൽ നമ്മൾ വിൽക്കണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രയോ മാസങ്ങൾ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ വിൽപ്പന നടക്കുക. എൻ്റെ കയ്യിൽ 5000 ഉള്ളതുകൊണ്ട് എനിക്ക് റിയൽ എസ്റ്റേറ്റിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. റിയൽ എസ്റ്റേറ്റിൻ്റെ ബെനിഫിറ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ അതിൻ്റെ സ്റ്റെബിലിറ്റിയാണ്, അതിൻ്റെ ആ ഒരു പ്രൈസിലുള്ള അല്ലെങ്കിൽ ആ ഒരു സമാധാനമാണ്. ഇക്വിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ റിട്ടേൺ ആണ് അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നത്. ഒരു 40 അല്ലെങ്കിൽ 50 വയസ്സുള്ള ഒരാൾ നിക്ഷേപം തുടങ്ങുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ റിട്ടയർമെൻറ്റ് കാലത്തേക്ക് നല്ല രീതിയിൽ തുടങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർ ഏത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം? നല്ലൊരു മ്യൂച്വൽ ഫണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും നല്ലത്. മ്യൂച്വൽ ഫണ്ടിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആക്റ്റീവ് ഫണ്ടായിരിക്കും എപ്പോഴും നമുക്ക് ഹയർ റിട്ടേൺ തരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി കുറച്ചും കൂടി അതിനെക്കുറിച്ചൊക്കെ പഠിച്ച് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ ആക്റ്റീവ് ഫണ്ടിൽ അവർക്ക് ഒരു 10 വർഷം, ഇപ്പോൾ ഒരു 40 വയസ്സിൽ തുടങ്ങിയ ഒരാൾക്കാണെങ്കിൽ റിട്ടയർമെൻറ്റ് ഒരു 55-ലാണെങ്കിൽ ഒരു 15 വർഷം എന്ന് പറയുന്നത് നല്ലൊരു പീരീഡാണ്. നമ്മളുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നല്ലൊരു പീരീഡാണ് ഒരു 15 വർഷം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നമ്മളുടെ റിസ്ക് മനസ്സിലാക്കുക. 40-ലെത്തിയ ഒരാൾക്ക് ചിലപ്പോൾ ബാധ്യതകൾ ഉണ്ടാകാം. അപ്പോൾ മുഴുവൻ പൈസ ചിലപ്പോൾ ഇക്വിറ്റിയിലോട്ട് കൊണ്ടുപോകുന്നത് റിസ്ക് ആയിരിക്കാം. അതിൻ്റെ അലോക്കേഷൻ ഡിഫറൻ്റ് ആയിരിക്കും ഓരോ ആൾക്കാർക്ക്. ചിലപ്പോൾ റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ആൾക്ക് 100% ഇക്വിറ്റി കൊണ്ടുപോകാം. റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ഒരാൾക്ക് ഒരു 50% ഇക്വിറ്റി, ഒരു 30% ഡെപ്റ്റ്, 20% ഗോൾഡ് ഇല്ല സിൽവർ, അങ്ങനെ അലോക്കേഷൻസ് നടത്താം. അപ്പം നമ്മളുടെ റിസ്ക് മനസ്സിലാക്കി അലോക്കേഷൻസ് മനസ്സിലാക്കി നമ്മൾ ഇക്വിറ്റിയിലോ ഇല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും നല്ലത്, ഇൻഡിവിജ്വൽ സ്റ്റോക്കുകളിലോട്ട് പോകുന്നതിനേക്കാൾ.